ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 14 അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. യഹോവയോട് മത്സരിക്കരുത്. യഹോവയിൽ ആശ്രയിച്ചാൽ യഹോവ വാഗ്ദത്തം ചെയ്ത ദേശം നമുക്ക് തരും എന്ന് പറഞ്ഞ യോശുവയെയും കാലേബിനെയും അവരോടൊപ്പം മോശയെയും അഹരോനെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് സഭയെല്ലാം പറഞ്ഞത്. അപ്പോൾ യഹോവ അവിടെ പ്രത്യക്ഷനായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയും. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. മോശെ യഹോവയോട് പറഞ്ഞത്, എന്നാൽ മിസ്രയീമ്യർ അത് കേൾക്കും. നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുപോകുന്നുവല്ലോ. അവർ അത് ഈ ദേശനിവാസികളോടും പറയും. യഹോവയായ നീ ഈ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം അവർക്കുമീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ അവർക്ക് മുന്നായി നടക്കുകയും ചെയ്തുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെ ഒക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായതുകൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. യഹോവ ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ യഹോവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് 20-ാം വാക്യമാണ്. നമ്മൾ 11 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം. ദൈവം മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന് ഇതുവരെ ആക്കിയ ഇത്രയും സമയത്തിനുള്ളിൽ പല പ്രാവശ്യം അവരോട് ക്ഷമിച്ചു. എന്നാൽ ഈ ഒറ്റുകാർ മടങ്ങി വന്ന് ദുർവർത്തമാനം കൊണ്ടുവന്നത് കേട്ട് ജനമൊക്കെയും മോശയെയും അഹരോനെയും കാലേബിനെയും യോശുവയെയും കല്ലെറിയണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ ഏതാണ്ട് കഴിഞ്ഞിരുന്നു. ദൈവം മോശയോട് പറഞ്ഞത്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെ കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ദൈവം തന്നെ പറയുന്ന ഒരു കാര്യം, എത്ര അടയാളങ്ങൾ കണ്ടാലും ആളുകൾക്ക് വിശ്വാസമുണ്ടാകണമെന്നില്ല. ഇസ്രായേൽ മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർ കണ്ടത്രയും, ഈ തലമുറ കണ്ട അത്രയും അതിശയങ്ങൾ ആരും കണ്ടിട്ടില്ല. മിസ്രയീമിലെ ബാധകൾ മുഴുവൻ അവർ കണ്ടു. ചെങ്കടലിനെ വിഭാഗിച്ചത് കണ്ടു. അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മന്ന ലഭിക്കുന്നത് അവർ കണ്ടു. അവർക്ക് അത്ഭുതകരമായി വെള്ളം ലഭിച്ചത് അവർ കണ്ടു. സീനായി മലയിൽ ദൈവത്തിൻ്റെ തേജസ്സും അവർ കണ്ടു. ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടു. 10 കൽപ്പനകൾ ദൈവം അവരോട് നേരിട്ട് സംസാരിച്ചതാണ്. ഇതൊക്കെ കണ്ടിട്ടും അവർക്ക് വിശ്വാസമുണ്ടായില്ല. അതുകൊണ്ട് ദൈവം ഇപ്പോൾ പറയുന്നത്, ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ച് കളയുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലമുള്ള ജാതിയാക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അതായത് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഞാൻ നിലനിർത്തുന്നത് മോശെ നിന്നിലൂടെ ആയിരിക്കുമെന്നാണ്. ബാക്കി എന്നോട് മത്സരിച്ച് എല്ലാവരെയും ഞാൻ കൊന്നുകളഞ്ഞിട്ട് നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാം. മോശയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ല ഒരു ഓഫറായിരുന്നു. പക്ഷേ മോശ അത് ചെവിക്കൊണ്ടില്ല. മോശ യഹോവയോട് പറഞ്ഞത്, മിസ്രയീമ്യർ ഇത് കേൾക്കും.
ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിൻ്റെ ശക്തിയാൽ കൊണ്ടുപോകുന്ന കാര്യം അവർക്കറിയാം. നിങ്ങൾക്കൊരു നല്ല ദേശം തരും, ഈ ജനത്തിനൊരു നല്ല ദേശം തരും എന്ന വാഗ്ദത്തം കൊടുത്തിട്ടാണ് ദൈവം അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അത് സാധിക്കാതെ യഹോവ അവരെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ മിസ്രൈമ്യർ ഇസ്രയേൽ മക്കളുടെ പാപത്തെക്കുറിച്ചല്ല പറയുക, മറിച്ച് ദൈവത്തിന് താൻ വാഗ്ദത്തം ചെയ്ത കാര്യം നടത്താൻ സാധിച്ചില്ല എന്ന് പറയും. ദൈവത്തെ മോശ വാദിച്ച് തോൽപ്പിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ മോശയുടെ വാദത്തേക്കാൾ അപ്പുറമായി മോശയുടെ ഹൃദയത്തെയാണ് നാം കാണേണ്ടത്. തൊട്ടു മുമ്പ് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം, നിൻ്റെ മക്കളെ വലിയ ജാതിയാക്കാം, ഇവരെ മുഴുവൻ ഞാൻ നശിപ്പിച്ച് കളയാം. പക്ഷേ മുമ്പ് മോശ പറഞ്ഞിട്ടുണ്ട്, ഞാനിവരെ പ്രസവിച്ചുവോ, ഞാനിവരുടെ അമ്മയാണോ, ഞാനിവരുടെ മാർവിടത്തിൽ വഹിക്കണമോ? അങ്ങനെയൊന്നും അല്ല എന്നാണ് മോശ പറഞ്ഞതെങ്കിലും ഈ സന്ദർഭത്തിൽ മോശ ഒരു അമ്മയെപ്പോലെ ഇസ്രായേൽ മക്കളെ സംരക്ഷിക്കുവാൻ, അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തയ്യാറാവുകയാണ്. ദൈവം ഇവരെ നശിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ആ സമയത്ത് മോശ പറയുന്നു, അരുത്, ദൈവമേ അവരെ കൊല്ലരുത്. അവരുടെ യാതൊരു യോഗ്യതയും കൊണ്ടല്ല. മോശ പറയുന്നത്, ദൈവമേ നിന്നെക്കുറിച്ച് മിസ്രൈമ്യരും മറ്റ് ജാതികളും അനാവശ്യമായ അപവാദം പറയാൻ ഇടയാകും, അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടി നീ അവരെ കൊല്ലരുത്. മോശ വലിയ ഒരു നേതാവാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു സർവേ നടത്തിയതായി കേട്ടിട്ടുണ്ട്. അതിൽ ലോകത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ യഹൂദന്മാരുടെ 10 പേരുകളാണ്. അതിൽ യഹൂദന്മാർ പറയുന്നത് 1-ാം സ്ഥാനത്ത് മോശയാണെന്നാണ്. അതിശയിക്കേണ്ട. കാരണം മോശ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ ഇന്നും ഈ നിലയിൽ നിലനിൽക്കുമായിരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മോശ പക്ഷപാതം ചെയ്തതുപോലെ വേറെ ആരും ചെയ്തിട്ടില്ല. ദൈവം ശിക്ഷിക്കാൻ ഓങ്ങിയ കൈ മോശ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു നിർത്തി. ഇതാണ് ഒരു ആത്മീക നേതാവിൻ്റെ ഗുണം. മോശ ഒരു നേതാവായത്, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായത് വെറുതെയല്ല. താനൊരു നേതാവായിരുന്നെങ്കിൽ തൻ്റെ സ്വന്തം കാര്യമായിരുന്നില്ല തനിക്ക് പ്രധാനം. ഈ ജനത്തെ സംരക്ഷിക്കണം, ഇവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കണം. ഇതായിരുന്നു മോശയുടെ 1-ാമത്തെ പ്രയോറിറ്റി. അതുകൊണ്ട് ദൈവത്തോട് മോശ വാദിക്കുകയാണ്, യഹോവ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മോശയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ മോശ പറയുകയാണ്. ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, അതേസമയം ദൈവനീതിമാനാണ്. ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രത്യാഘാതം ഉണ്ടായിരിക്കും. ഇതൊക്കെ മോശയ്ക്ക് അറിയാം. എങ്കിലും കർത്താവേ, ഇപ്പോൾ നിൻ്റെ ശക്തി വലുതായിരിക്കണമേ, നിൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രൈം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. മോശയെ കല്ലെറിയാൻ ഒരുങ്ങിയ ജനത്തിനു വേണ്ടിയാണ് മോശ ഇത് പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും നിലയിലുള്ള ആത്മീക നേതൃത്വത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ ഒരുപക്ഷെ നിങ്ങളെ ക്രൂശിക്കാൻ, നിങ്ങളെ കല്ലെറിയാൻ, നിങ്ങളെക്കുറിച്ച് അപവാദം പറയാൻ, നിങ്ങളെ ഇടിച്ചു താഴ്ത്താൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് വരും. അവരങ്ങനെ ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുക എന്നതാണ് ഒരു ആത്മീക നേതാവിൻ്റെ കടമ. ചില ആളുകൾ പറയാറുണ്ട്, എന്നോട് അവരങ്ങനെ ചെയ്തല്ലോ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്, എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് ഇനി ഞാനെന്തിനാ അവരെ സേവിക്കുന്നത് എന്ന് ചിലർ മനസ്സുമടുത്ത് പറയാറുണ്ട്.
പക്ഷേ അങ്ങനെയുള്ളവർ മോശയെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. തന്നെ കല്ലെറിയാൻ കല്ലുകളെടുത്ത് ഓങ്ങി നിന്ന ആളുകൾക്ക് വേണ്ടി അവരെ നശിപ്പിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച മോശ. ആ മോശയുടെ വാക്ക് കേട്ട് ദൈവം അന്ന് ആ ജനത്തെ മുഴുവൻ നശിപ്പിച്ചില്ല. ആ ജനത്തിൽ അനേകരെ അന്ന് നശിപ്പിച്ചെങ്കിലും മുഴുവൻ പേരെയും നശിപ്പിച്ചില്ല. അതിന് ആ ജനം മോശയോട് കടപ്പെട്ടിരിക്കുന്നു. മോശ ആത്മീക നേതൃത്വത്തിലുള്ളവർക്ക് ഒരു നല്ല മാതൃക തന്നെയാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.